ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ ഡെസിമൽ ഫോംസിലെ 3ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 166-ലെ 2-3 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നമ്മൾ ചെയ്തു. ഇവിടെ ചോദ്യം ഇതാണ്: ചുവടെയുള്ള തുകകളുടെ ദശാംശ രൂപം കണ്ടുപിടിക്കണം. അതായത് ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം. അതിലെ ആദ്യത്തെ ചോദ്യമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. 1/5 പ്ലസ് 1/25 പ്ലസ് 1/125. ഇതിനകത്ത് 3 ടേംസ് ഉണ്ട് അല്ലെ. ഒന്നാമത്തെ പദം 1/5, രണ്ടാമത്തെ പദം 1/25, മൂന്നാമത്തെ 1/125. നമുക്കറിയാം 1/5 എന്ന് പറയുമ്പം എന്താ ചെയ്യേണ്ടത്? അതിന് 5 ഛേദത്തിൽ 5 വന്നു കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടും? 2/10. 2/10 എന്ന് പറയുന്ന 0.2. 10 എന്ന് പറയുമ്പോൾ 10⁻1 അല്ലെ. 10ന് ഒരു 0 ഉള്ളൂ. അപ്പോൾ ദശാംശത്തിന് ശേഷം ഒരൊറ്റ അക്കവേ വരാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് 1/25. 25 വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഗുണിച്ചത്? 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4/100 എന്ന് കിട്ടും. 100 എന്ന് പറയുന്ന 10 സ്ക്വയർ ആണ്. അല്ലെങ്കിൽ 100-നകത്ത് 2 പൂജ്യം ഉള്ളതുകൊണ്ട് ദശാംശത്തിന് ശേഷം 2 അക്കം വേണം. നമ്മുടെ കയ്യിൽ ഒരക്കവേ ഉള്ളൂ. അപ്പൊ 0.4 എന്ന് എഴുതാവുള്ളൂ. 4.0 എന്ന് എഴുതിയാൽ 40 ആയിപ്പോവും. നമ്മുടെ കയ്യിൽ 4 ഉള്ളൂ. മൂന്നാമത്തെ നമ്പർ മൂന്നാമത്തെ പദം 1/125. അതിനെ നമ്മൾ 8 കൊണ്ടാണ് ഗുണിക്കുന്നത്. 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 1000 വരും. അപ്പൊ 8/1000 എന്ന് വന്നു. 1000-നകത്ത് 10⁻3 ആണ് 1000. അല്ലെങ്കിൽ 1000-നകത്ത് 3 പൂജ്യം ഉള്ളതുകൊണ്ട് ദശാംശത്തിന് ശേഷം 3 അക്കം വേണം. നമ്മുടെ കയ്യിൽ ഒരക്കവേ ഉള്ളൂ. അപ്പൊ 2 പൂജ്യം ഇടുക, എന്നിട്ട് 8 എഴുതുക. അപ്പൊ 3 ടേംസ് നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിനെ ഈ 1/5-ന് പകരം നമുക്ക് എന്തെഴുതാം? 1/5-ന് പകരം 0.2 എന്ന് എഴുതാം. പ്ലസ് 1/25-ന് പകരം 0.04 എന്ന് എഴുതാം. 1/125-ന് പകരം 0.008 എന്ന് എഴുതാം. ഇനി നമുക്ക് ദശാംശ സംഖ്യകൾ 3 കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇത് എഴുതി കൂട്ടാതെ തന്നെ നമുക്ക് ചെയ്യാം. കാരണം എഴുതി കൂട്ടി ഞാൻ കാണിച്ചു തരാം. ദശാംശത്തിന് മുമ്പെല്ലാം പൂജ്യമാണ്. അപ്പോൾ 0 പോയിന്റ്. ദശാംശത്തിന് ശേഷം ആദ്യം വരുന്ന അക്കം 2. ഇവിടെയോ 0, ഇവിടെയും 0. അപ്പൊ 2 അല്ലേ. ഇനി ദശാംശത്തിന് ശേഷം രണ്ടാമതൊരക്കം ഇവിടെ ഇല്ല. ഇവിടെ രണ്ടാമതക്കം ഉണ്ട് 4. ഇവിടെ രണ്ടാമതക്കം 0 ആയതുകൊണ്ട് 4. ഇനി ദശാംശത്തിന് ശേഷം മൂന്നാമതൊരക്കം ഇവിടെയും ഇല്ല. പക്ഷെ ഇവിടെ ഉണ്ട് 8. അപ്പോൾ 0.248 എന്ന് കിട്ടി. ഇനി ദശാംശ സംഖ്യകളുടെ ഡെസിമൽ നമ്പേഴ്സ് കൂട്ടുമ്പോൾ നമ്മൾ ഡെസിമൽ പോയിന്റ് നേരെ താഴെ ഇടണം. അപ്പോൾ 0.4, 0.008 ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽ അതായത് ഡെസിമൽ പോയിന്റ് നേരെ താഴെ വരുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെയും ഉത്തരത്തിലും ഡെസിമൽ പോയിന്റ് ഉണ്ടാവണം. അപ്പോൾ അതെങ്ങനെയല്ലേ വരത്തുള്ളൂ അല്ലേ. അപ്പോൾ 8, 4, 2, 0, 0.248 കിട്ടിയല്ലോ. നമ്മൾ എഴുതി കൂട്ടാതെ തന്നെ കണ്ടുപിടിക്കുന്ന രീതി ഞാനിവിടെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്: 1/5 പ്ലസ് 1/5² പ്ലസ് 1/5³ പ്ലസ് 1/5⁴. അപ്പൊ ആദ്യത്തെ പദം 1/5. 1/5 ഛേദത്തിൽ, അഥവാ ഡിനോമിനേറ്ററിൽ 5 വരുമ്പോൾ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഉത്തരം എത്ര കിട്ടി? 2/10 എന്ന് വന്നു. 2/10 എന്ന് പറയുന്ന 0.2 ആണ്. ഇനി രണ്ടാമത്തെ പദം എന്ന് പറയുന്ന 1/5² ആണ്. 5² വരുമ്പോൾ എന്തുകൊണ്ട് ഗുണിക്കണം? 2² കൊണ്ട്. ഒരു 5-ന് ഒരു 2, 2 5 ഉള്ളതുകൊണ്ട് 2 2. അപ്പൊ 2² കൊണ്ട് ഗുണിക്കുക. ഇപ്പൊ 2² എന്ന് പറയുന്നത് 4 ആണ്. 2⁻2 എന്ന് പറയുന്ന 4. 4/5² 25, 2² 4. 25 × 4 100 ആണ്. അപ്പൊ എത്ര വന്നു? 100-നകത്ത് 2 പൂജ്യം ഉള്ളതുകൊണ്ട് ദശാംശത്തിന് ശേഷം 2 അക്കം വേണം. ഇനി മൂന്നാമത്തെ പദം 1/5³ ആണ്. 5³ എന്ന് പറയുമ്പോൾ 5 3 പ്രാവശ്യം ഉള്ളതുകൊണ്ട് 2 3 പ്രാവശ്യം
ഗുണിക്കണം. 2 ക്യൂബ് കൊണ്ട് ഗുണിക്കണം. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 ഗുണം 2, 2 ഗുണം 2 4, 4 ഗുണം 2 8. അപ്പോൾ 8/5 ക്യൂബ് എന്ന് പറയുന്നത് 125. 125 ഗുണം 8 എന്ന് പറയുന്നത് 1000 ആണ്. 1000-നകത്ത് 3 പൂജ്യം ഉള്ളതുകൊണ്ട് 3 ദശാംശത്തിന് ശേഷം ഡെസിമൽ പോയിന്റ് ശേഷം 3 നമ്പർ വേണം. 2 0 ഇട്ടിട്ട് മൂന്നാമത്തെ 8 എഴുതുക. നാലാമത്തെ പദം 1/5⁴ ആണ്. 5⁴ എന്ന് പറയുമ്പോൾ 5 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 2ഉം 4 പ്രാവശ്യം ഗുണിക്കണം. 2⁴ കൊണ്ട് ഗുണിക്കണം. 2⁴ എന്ന് പറയുന്നത് 16 ആണ്. 16/5⁴ × 2⁴, അതായത് 5⁴ എന്ന് പറയുന്നത് 625ഉം 2⁴ എന്ന് പറയുന്നത് 16. അപ്പോൾ 10,000 വന്നു. അപ്പോൾ ഇവിടെ 4 പൂജ്യം ഉള്ളതുകൊണ്ട് 4 അക്കം വരണം. പക്ഷെ നമ്മുടെ കയ്യിൽ 2 എണ്ണവേ ഉള്ളൂ. അപ്പോൾ 2 0-ഉം 16 കൂടെ എഴുതുക. ഇനി ഈ ഓരോ പദങ്ങളും നമുക്ക് ഇങ്ങോട്ടൊക്കെ എഴുതാം. അതായത് 1/5 എന്ന് പറയുന്നത് 0.2 ആണ്. അപ്പോൾ 1/5-ന് പകരം 0.2 പ്ലസ് 1/5² എന്ന് പറയുന്നത് 0.04 പ്ലസ് 0.008 പ്ലസ് 0.0016. കണ്ടോ? കൂട്ടാതെ ഒന്ന് എഴുതി നോക്കാം. എഴുതി കൂട്ടാതെ. ദശാംശത്തിന് ശേഷം ആദ്യം വരുന്നത് 2 മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ അക്കമായിട്ട് വരുന്ന 4 മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ അക്കമായിട്ട് വരുന്ന 8ഉം 1ഉം ഉണ്ട്, 9 ഉണ്ട്. നാലാമത്തെ അക്കമായിട്ട് 6. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടുമ്പം മിച്ചം വരുന്നത്, ശിഷ്ടം വരുന്ന ബാലൻസ് വരുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ 8 + 1 9 ഉള്ളൂ. അതുപോലെ 10-നോ 10 എബോവോ വന്നാൽ നമ്മൾ അടുത്ത സ്ഥാനത്തേക്ക് കൂട്ടി എഴുതണമല്ലോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതിനനുസരിച്ച് നമ്മൾ ചെയ്തോണം. വർക്കിംഗ് ആവശ്യമുള്ളെങ്കിൽ വർക്കിംഗ് ചെയ്ത് ചെയ്യുക. ഇനി മൂന്നാമത്തെ നോക്കാം. ചോദ്യം ഇതാണ്. 1/2 + 1/2² + 1/2³ 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 വരുമ്പോൾ 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ എത്ര വന്നു? 5/10, അതായത് 0.5. രണ്ടാമത്തെ 1/2² ആണ്. 2² വരുമ്പോൾ 5² കൊണ്ട് ഗുണിക്കുക. 5² എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 25/ ഇവിടെ എത്ര വന്നു? 100. 4ഉം 25. 25 ഗുണം 4 ആണ് 100. 0.25 എന്ന് വന്നു. ഇനി 1/2³ ആവുമ്പോൾ 2 3 പ്രാവശ്യം വന്നതുകൊണ്ട് 5-നെയും 3 പ്രാവശ്യവും കൊണ്ട് ഗുണിക്കണം. അതായത് 5 ക്യൂബ് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്ര വന്നു? 5 ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. ഇവിടെ 1000 വന്നു. കാരണം 2 ക്യൂബ് 8ഉം 5 ക്യൂബ് 125. അപ്പോൾ 3 സ്ഥാനം വേണം. നമ്മുടെ കയ്യിൽ 3 നമ്പറുണ്ട്. ഇനി ഇത് 3 കൂടെ കൂട്ടുക. അപ്പോൾ 0.5 പ്ലസ് 0.25 പ്ലസ് 0.125. ഇപ്പോൾ 0.5 ഉണ്ട്, 0.25 ഉണ്ട്, 0.125 ഉണ്ട്. കണ്ടോ? 3 കൂടെ കൂട്ടുക. ഇതിപ്പോൾ ദശാംശത്തിന് ശേഷമുള്ള അക്കങ്ങൾ തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി, അതായത് ഇതിൻ്റെ സ്ഥാനങ്ങൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു എളുപ്പവിദ്യയും കൂടെ പറഞ്ഞു തരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ഏറ്റവും കൂടുതൽ 3 അക്കം ഉള്ളതാണ് അല്ലേ? അപ്പോൾ ബാക്കിയുള്ളതിനെയും കൂടെ 3 അക്കമാക്കി മാറ്റുക. അപ്പോൾ ഇവിടെ 0 ഇട്ട് കഴിഞ്ഞാലും വില മാറുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ 0 0 5 കൂടെ കൂട്ടുക. ഈ 0 5 2 കൂടെ കൂട്ടുമ്പോൾ 7. ഈ 5 2 7 1 8, പിന്നെ 0 പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റുകയില്ല. അപ്പോൾ 0.875 എന്ന ആൻസർ കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു 2 അക്ക സംഖ്യയെ മറ്റൊരു 2 അക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 5.875 കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പം നമ്മുടെ ചോദ്യം 5.875 ഉത്തരം കിട്ടിയതാണ്. ഒരു 2 ഡിജിറ്റ് നമ്പറിനെ വേറൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. ഇത് ഡെസിമലിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രാക്ഷനിലാണല്ലോ ആൻസർ വേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ 2 രീതിയിൽ കാണിച്ചു തരാം. അപ്പോൾ 5.875 എന്ന് പറയുന്നത് എന്താണ്? ഡെസിമലിന് ശേഷം 3 നമ്പറുണ്ട് അല്ലേ? അപ്പോൾ ഡിനോമിനേറ്ററിൽ എത്ര
സീറോസ് വരും, 3 സീറോസ് വരും. ക്ലിയർ ആയല്ലോ? ഇനി ഇതിനെ രണ്ടിൻ്റെയും ലാസ്റ്റ് നമ്പർ നോക്കിക്കുക, 5ഉം 0യുമാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ന്യൂമറേറ്ററിലെ 5875 അംശത്തിൽ കിടക്കുന്ന 5875 ഇതിനെ 5 കൊണ്ട് ഹരിക്കണം. 5 ഓരോ അക്കം വെച്ച് എടുത്തെടുത്താണ് ചെയ്യുന്നത്. 5-നകത്ത് എത്ര 5 ഉണ്ട്? 1 അല്ലേ? പിന്നെ മിച്ചമൊന്നും ഇല്ലല്ലോ. പിന്നെ 8-നകത്ത് എത്ര 5 ഉണ്ട്? 1 5 ഉള്ളൂ. അപ്പം മിച്ചം എത്ര ഉണ്ട്? 3 വന്നു. 5 ഗുണം 1 5 ആണ്, 3 മിച്ചം. അപ്പോൾ അടുത്ത നമ്പറായിട്ട് 37 എടുക്കുക. 3 7 37. 37-നകത്ത് 5 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കുക. 7 പ്രാവശ്യമാണ്. 7 ഗുണം 5 35 ആണ്. മിച്ചം 2 ഉണ്ടല്ലോ, ആ 2 ഇവിടെ ചെറുതാക്കി എഴുതുക. അടുത്ത നമ്പറായിട്ട് 25. 25-നകത്ത് 5 പ്രാവശ്യം. അപ്പോൾ വീണ്ടും അവസാനത്തെ നമ്പർ 5 വന്നുകൊണ്ട് 5 കൊണ്ട് ഹരിക്കാവല്ലോ. അപ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ 1-നകത്ത് 5 ഉണ്ടോ? ഇല്ല. അപ്പോൾ 11 എടുക്കുക. 11-നകത്ത് 5 2 പ്രാവശ്യം. മിച്ചം വന്നത് 1. 5 ഗുണം 2 10 ആണ്. അപ്പോൾ മിച്ചം 1 വന്നു. അപ്പോൾ 17 അടുത്ത നമ്പറായിട്ട് എടുക്കുക. 17-നകത്ത് 5 3 പ്രാവശ്യം. 5 ഗുണം 3 15 ആണ്. മിച്ചം 2 വന്നു. അപ്പോൾ 25. 25-നകത്ത് 5 പ്രാവശ്യം. അവസാനം വീണ്ടും 5 വന്നുകൊണ്ട് 5 കൊണ്ട് ഹരിക്കാം. 2-നകത്ത് 5 ഇല്ല. അപ്പോൾ 23 എടുത്തു. 23-നകത്ത് 5 4 പ്രാവശ്യം. മിച്ചം 3 വന്നു. 35-നകത്ത് 5 7 പ്രാവശ്യം. അവസാനത്തെ അക്കം 5 അല്ല, 2 4 6 8 0 ഒന്നും അല്ല. അപ്പോൾ ഇരട്ട സംഖ്യ അല്ല. 2 കൊണ്ട് ഹരിക്കാൻ വയ്യ, 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. 3 കൊണ്ട് ഹരിക്കണമെങ്കിൽ ഇത് കൂട്ടുക. അക്കങ്ങൾ കൂട്ടുമ്പം അത് 3-ന്റെ ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കണം. 4 7 11 3-ന്റെ ടേബിളിൽ ഇല്ല. അപ്പോൾ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് 1000 ആണ്. 1000-നെ എങ്ങനെ എഴുതാം? 1000-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2 പ്രാവശ്യം. 5 ഗുണം 2 10, ബാക്കി 0 ഇടുക. വീണ്ടും 5 കൊണ്ട് ഹരിക്കുമ്പോൾ 4 പ്രാവശ്യം. 5 ഗുണം 4 20, 0 ഇടുക. വീണ്ടും 5 കൊണ്ട് ഹരിക്കുമ്പോൾ 8. 8 ഗുണം 5 ആണ് 40. 2 പ്രാവശ്യം 2 കൊണ്ട് ഹരിക്കുക. കാരണം ഇരട്ട സംഖ്യകളായതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കാം അല്ലേ? അപ്പം നമുക്ക് ആദ്യത്തെ നമ്പർ, അതായത് മുകളിലത്തെ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഗുണം 5 ഗുണം 5 ഗുണം 47. 3 5ഉം 1 47. 1000-നെ എങ്ങനെ എഴുതാം? 3 5ഉം 3 2ഉം ആക്കി എഴുതാം. 5 ഗുണം 5 ഗുണം 5 ഗുണം 2 ഗുണം 2 ഗുണം 2 അല്ലേ? അപ്പോൾ ഈ 5ഉം 5ഉം കൂടെ വെട്ടിപ്പോയി. അടുത്ത 5ഉം 5ഉം വെട്ടിപ്പോയി. മൂന്നാമത്തെ 5ഉം 5ഉം വെട്ടിപ്പോയി. പിന്നെ ബാക്കി എന്തുണ്ട്? 47/2 ഗുണം 2 ഗുണം 2. എത്രയാണ്? 2 ഗുണം 2 4, 4 ഗുണം 2 8. ഇപ്പം 47/8 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടക്ക സംഖ്യകളുടെ ഹരണം, അതായത് അംശവും 2 അക്കമായിരിക്കണം, ഛേദവും 2 അക്കമായിരിക്കണം. ന്യൂമറേറ്റർ 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം, ഡിനോമിനേറ്ററും 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം. നമുക്ക് ന്യൂമറേറ്റർ ഓക്കെയാണ് 2 ഡിജിറ്റ് നമ്പർ, പക്ഷെ ഡിനോമിനേറ്റർ 2 ഡിജിറ്റ് അല്ല. അപ്പോൾ 2 ഡിജിറ്റ് ആക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 8-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 അക്ക സംഖ്യ ആയിക്കോളുമല്ലോ, 16. അപ്പോൾ ഛേദത്തിൽ ഗുണിച്ചാൽ അത് തന്നെ കൊണ്ട് അംശത്തിലും ഗുണിക്കണം അല്ലെ? ഡിനോമിനേറ്ററിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ എന്തുകൊണ്ട് 2 എടുത്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 8 ഗുണം 2 16. ഇനി 47 ഗുണം 2, 7 ഗുണം 2 14, മിച്ചം 1 ഉണ്ട്. 4 ഗുണം 2 8 1 9. ഇനി 2 അല്ലാതെ 3 അതിൽ കൂടുതലുള്ള ഏത് സംഖ്യ എടുത്താലും നമ്മൾ ഗുണിച്ച് കഴിയുമ്പം ഈ ന്യൂമറേറ്റർ, ഈ അംശം വലിയ സംഖ്യ ആയേ വരത്തുള്ളൂ അല്ലേ? അപ്പോൾ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് 3 അക്ക സംഖ്യയായി മാറും. നമ്മളോട് പറഞ്ഞിരിക്കുന്ന 2 അക്ക സംഖ്യയെ പറ്റത്തുള്ളൂ. അപ്പോൾ ഉത്തരം എന്താണ്? 94/16. ഇനി ഞാൻ വേറൊരു രീതിയിൽ ഇതിനെ മാറ്റുന്നതും കൂടെ പറഞ്ഞു തരാം. അതായത് നമ്മുടെ സംഖ്യ 5.875 ആണ്. ഇതിൻ്റെ അർത്ഥം എന്താ? 5-ന്റെ കൂടെ 0.875 കൂട്ടിയതല്ലേ അല്ലേ? നമ്മളോട് ഒരു 3 രൂപ 50 പൈസ എന്ന് പറഞ്ഞാൽ 3 രൂപയുടെ കൂടെ 50 പൈസ 0.50 ആഡ് ചെയ്തതല്ലേ?
അതുപോലെ ഇതിനെ എഴുതാം 5.875 5 പ്ലസ് 8.875. അപ്പൊ ഈ 5നെ അതേപോലെ തന്നെ വെച്ചുകൊണ്ട് 0.875 നമ്മൾ ഭിന്നസംഖ്യ ആക്കുന്നു. അപ്പൊ 875/1000 എന്ന് വന്നല്ലോ. കാരണം എന്താ, ഇവിടെ 3 അക്കവേ ഉള്ളൂ. ഇനി 875നെ 1000നെ ഇതുപോലെ ചെയ്ത് നമുക്ക് ഹരിക്കാം. അപ്പോൾ 875 നോക്കിയാൽ മതിയല്ലോ, 1000 നമ്മളിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ 875നെ നമുക്ക് ഒന്ന് 5 കൊണ്ട് ഹരിക്കാം. അവസാനത്തെ അക്കം 5ആണ്. അപ്പോൾ 8-നകത്ത് 5 ഒരു പ്രാവശ്യം, മിച്ചം 3 ഉണ്ട്. 37-നകത്ത് 5 7 പ്രാവശ്യം, 35 മിച്ചം 2 25-നകത്ത് 5 പ്രാവശ്യം. ഇനി 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വന്നു, 1-നകത്ത് ഇല്ല. 17-നകത്ത് 3 പ്രാവശ്യം, 5 × 3 15ആണ്, മിച്ചം 2 25-നകത്ത് 5 പ്രാവശ്യം. വീണ്ടും 5 കൊണ്ട് ഹരിക്കുമ്പോൾ 7 വന്നു അല്ല. 7നെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം 7 പ്രൈം നമ്പറാണ്. അപ്പൊ നമുക്ക് ഇതിനെ 5 പ്ലസ് ഇതിനെന്ത് ചെയ്യാം, 3 5ഉം വരുന്നുണ്ട്, ഒരു 7ഉം വരുന്നുണ്ട്, ബൈ ഇവിടെ 3 5ഉം 3 2ഉം അല്ലേ അല്ലെ. അപ്പൊ 3 5 വെട്ടിപ്പോയല്ലോ. പിന്നെ എന്തുണ്ട്, 5 പ്ലസ് 7/8 എന്ന് വന്നു അല്ലെ. 5 പ്ലസ് 7/8. ഇനി ഇത് എങ്ങനെയാ കൂട്ടുന്നത്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 8 × 5 40 പ്ലസ് 7/8 അല്ലെ. അതല്ലേ 47/8. നമുക്കിവിടെ കിട്ടിയ അതേ ഉത്തരം തന്നെ കിട്ടിയില്ലേ, 47/8. പിന്നെ 2 അക്ക സംഖ്യ ആക്കാൻ വേണ്ടി നമ്മൾ 2 കൊണ്ട് മുകളിലും താഴെ ഗുണിക്കുമ്പോൾ 94/16 കിട്ടും. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പൊ 2 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ.